മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂർ പിടിക്കാൻ നിർണായക നീക്കങ്ങളുമായി PV അൻവർ. മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസിനെ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് അൻവർ. ബേപ്പൂരിൽ ഇത്തവണയും മത്സരിക്കാൻ മുഹമ്മദ് റിയാസ് എത്തുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. മണ്ഡലത്തിൽ സജീവമാകാനുള്ള നീക്കത്തിന് പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസ് മണ്ഡലത്തിൽ നടത്തിയ അഴിമതി പുറത്തുകൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് PV അൻവർ. ബേപ്പൂർ ഫെസ്റ്റ് ഉൾപ്പെടെ നടത്തിയതിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ പ്രചരണം. 4 ബേപ്പൂർ ഫെസ്റ്റുകൾ ഇവിടെ നടത്തി. കോടി എത്രയാ? 20 ചില്ലാനം കോടി രൂപ ഈ പൊറാട്ട് നാടകത്തിന് വേണ്ടിയിട്ട് ഈ മണ്ണിൽ ചെലവഴിച്ചിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? 2 മാസമായി വിവരാവകാശം ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ തന്നിട്ടില്ല. 23-ലെ ഇവിടുത്തെ ഫെസ്റ്റ് നടത്താൻ പരസ്യം കൊടുത്ത 2 റീല് 49 ലക്ഷം രൂപ 2 റീൽസിന്. ഈ MLA ഈ മന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുക. ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഒരാൾക്ക് തൊഴിൽ കൊടുത്തത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ കൂടെ നടക്കുന്ന ആ സഖാക്കൾക്ക് പറയാൻ പറ്റും. ഒരാൾക്ക് എന്ത് തൊഴിൽശാല ഉള്ളതേ തകർന്ന് തരിപ്പണമായി കടലിന്റെ ഭാഗമായി മാറുകയാണ് ഈ പോർട്ട്. ബേപ്പൂരിലെ വിവിധ പരിപാടികളിൽ സജീവമാകുന്ന PV അൻവർ UDF പറഞ്ഞാൽ മത്സരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബേപ്പൂരിൽ അൻവറിനെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസിനെ തന്നെ മത്സരിപ്പിക്കാനാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. മുഹമ്മദ് റിയാസും PV അൻവറും നേർക്കുനേർ മത്സരക്കളത്തിലിറങ്ങുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറെ നിർണായക ഇടമായി ബേപ്പൂർ മണ്ഡലത്തെ മാറ്റും. ജനം, കോഴിക്കോട്.